ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം ഇന്ന് അങ്ങനെ പറയത്തക്ക പ്രത്യേകിച്ചുള്ള റെസിപ്പികളൊന്നും ഇല്ല. ഇന്നത്തെ കുറച്ച് വീട്ടിലെ ഫുഡും കാര്യങ്ങളും നമ്മൾ സാധാ എപ്പോഴും ഉണ്ടാക്കുന്ന സൈസ് കറികളും അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാൻ പാവയ്ക്ക ഒരു വെറൈറ്റി രീതിയിലാണ് ഞാൻ മെഴുക്ക് വെട്ടുന്നത്. ഞാൻ എപ്പോഴും ചെയ്യുന്ന രീതിയിലല്ല, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പാവയ്ക്കായും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാവയ്ക്കായും സവാളയും ഇട്ട് ഒരു ചട്ടിയിലോട്ടിട്ട് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, കാരണം നമ്മുടെ ഈ മൂടിക്കകത്ത് തന്നെ ഈർപ്പവെള്ളം ഇങ്ങനെ ഇറങ്ങുന്നത് കൊണ്ട് അത് മതി, അത് അവിടെ ഇരുന്നങ്ങ് വെന്തോളും. കൂടുതൽ വെള്ളമൊന്നും ചേർക്കണ്ട. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കിയിട്ട് അടി പിടിച്ചോന്ന് നോക്കണം. അങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് അവിടെ ഇരുന്ന് ചെറിയ തീയേ ഉള്ളൂ കേട്ടോ അടുപ്പിന്. അപ്പോൾ അത് അവിടെ നിന്ന് വേകട്ടെ. അപ്പോൾ നമ്മൾ ചോറ് ആ സമയം കൊണ്ട് രണ്ടാമത് തിളപ്പിച്ച് റൈസ് കുക്കറിലോട്ട് വെക്കാമെന്ന് കരുതി. അപ്പം അതും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് റൈസ് കുക്കറിലോട്ട് മാറ്റി വെച്ചാൽ മതി. മൂന്നാമത്തെ തിളയ്ക്ക് അടച്ചിടാം. പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക ഇരുന്ന്, അപ്പോൾ അതും പിന്നെ എടുത്തൊരു തോരൻ വെക്കാം എന്ന് കരുതി. അപ്പോൾ അതിന് ഞാൻ ചട്ടിക്കകത്തോട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് ഓയിലൊഴിച്ച് പിന്നെ കടുകിട്ടു. അതിന് ശേഷം സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് മുരിങ്ങയ്ക്കായും ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്തോട്ട് പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് മൂടി വെച്ച് വേവിക്കുക. അപ്പം ഇതിനെല്ലാം കുറച്ച് വേവ് വേണം, അല്ലെങ്കിൽ മധുരിക്കും. ഇത് വെന്ത് ഇത് സെറ്റായിട്ടും ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് മധുരിക്കുന്നെന്ന്. അപ്പോൾ ചില മുരിങ്ങയ്ക്ക അങ്ങനെ മധുരിക്കും. അപ്പം ആ സമയം കൊണ്ട് നമ്മളപ്പോൾ ഇത് രണ്ടും അടുപ്പത്തിരിക്കുവാണല്ലോ. അതിനുശേഷം പിന്നെ നമ്മൾ മീൻ കറിക്കുള്ള തേങ്ങായും മുളകും മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടിയും കൂടെ കൊച്ചുള്ളിയും കൂടെ ഇട്ടൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കാമെന്ന് കരുതി. അപ്പോഴേക്ക് നമ്മുടെ പാവയ്ക്ക ഒരുവിധമൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. അതിലോട്ട് പിന്നെ വേറൊരു സംഭവം കൂടി ഇടുന്നുണ്ട് കേട്ടോ, കുരുമുളക് പൊടി. കുറച്ചും കൂടെ എരിവ് നിൽക്കട്ടെന്ന് കരുതി. അപ്പോൾ അതൊന്നും കൂടെ വേവിക്കാൻ വെച്ച് കുറേ വെന്ത് വരണം പാവയ്ക്ക. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയുടെ അരപ്പ് ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. അരപ്പിനകത്ത് ഞാൻ കൂടുതൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളക് പൊടി കൂടുതൽ ചേർത്ത കറി, അത് മീൻ കറി. അത് ഓറഞ്ച് കറി എന്നാണ് പറയുന്നത്. അപ്പം എനിക്കും അതാണ് ഇഷ്ടം. പുളിയൊക്കെ കൂടുതലിട്ട് തക്കാളിയും പുളിയും എല്ലാം മുന്തി നിൽക്കണം. ഉപ്പും പുളിയും എരിവും എല്ലാം കൂടി നിൽക്കണം. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ കറിയും ഇതെന്തോ അടുപ്പത്തിരിക്കുന്നത്, കുറേ നേരം കൊണ്ട് തുറന്ന് നോക്കാൻ നോക്കുന്നു. മുരിങ്ങയ്ക്ക. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്തെടുത്ത് കുറച്ച് തേങ്ങാപ്പീര ഇരുന്ന് കേട്ടോ, കാരണം പകുതി ഞാൻ മത്തിക്കറിക്ക് വേണ്ടി അരച്ചു, ബാക്കി കുറച്ചിരുന്ന്. ഒരുപാട് അരപ്പൊന്നും ഈ തോരനൊന്നും ഒരുപാട് ഇടാതിരിക്കുന്നത് നല്ലത്. ഒരുപാട് അരപ്പിട്ട് കഴിഞ്ഞാൽ അതിനൊരു മാതിരി ഒരു ടേസ്റ്റ് പോവും. കുറച്ചരപ്പ്. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട്, ഇത്രയല്ല ഇതിലും കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്കതങ്ങോട്ട് ഇടാൻ പറ്റാത്തത്. അപ്പോൾ ബാക്കിയും കൂടെ പീരയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റാണ്. സാധാ എപ്പോഴും മുരിങ്ങയ്ക്ക തോരനൊക്കെ ഉണ്ടാക്കുമ്പം സവാള അങ്ങനെ ഇടാറില്ല, പക്ഷേ ഇട്ട് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പാവയ്ക്കായി അവിടെ ഒന്ന് പിന്നെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം മുരിങ്ങയ്ക്ക തോരനും പാവയ്ക്ക മെഴുക്കും സെറ്റായി. പിന്നെ നമ്മുടെ മീൻ കറിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ. നമ്മുടെ മത്തി കൊച്ചുമത്തിയാണ്. അപ്പോൾ അതെല്ലാം വെട്ടി റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് മീൻ കറി അടുപ്പത്ത് വെച്ച് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലോട്ട് നമ്മുടെ മത്തി അങ്ങ് ഇട്ട് കൊടുത്ത് അതൊന്ന് ഇച്ചിരി തിളച്ച് വറ്റി വരണമെന്ന് കരുതി അത് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് തിളപ്പിച്ച് വറ്റാൻ വേണ്ടി മൂടി വെച്ചങ്ങ് കൊടുത്തു അടുപ്പത്ത്. അങ്ങനെ നമ്മുടെ മീൻ കറിയും ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ അതിനകത്ത് ഈ മത്തിക്കകത്തെ കുറച്ച് ഈ കോരയെന്നൊക്കെ പറയത്തില്ലേ, കുഞ്ഞൻ കോര. ഇനി വേറെ എന്ത് പേരാ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെയൊക്കെ കോരയെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് ചെറിയ കോര കിട്ടിയിരുന്നു. അപ്പോൾ അതും നമ്മളവിടെ പൊരിച്ച് സെറ്റാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഊണൊക്കെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ദാൻ്റെ ചോറും മത്തിക്കറിയും പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്കാത്തോരനും എടുക്കാൻ ഇച്ചിരി പാട് കേട്ടോ, ഒറ്റ കൈ വെച്ചെടുക്കുന്നതല്ലേ. അപ്പം തെന്നിപ്പോയി. ഓക്കെ, അപ്പം മുരിങ്ങയ്ക്കാത്തോരനും പിന്നെ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി എല്ലാം കൂട്ടി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ട്, ഈ ചോറിൻ്റെ കൂടെ സൈഡിൽ ഒരു ഇച്ചിരി സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ട് അതുമൊക്കെ ആയിട്ട് കഴിക്കുമ്പം നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബൈ.